കേരള സർവകലാശാല ആസ്ഥാനത്ത് അനിശ്ചിതകാല സമരത്തിന് SFI. LLB പരീക്ഷാഫല ക്രമക്കേട് പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. തിങ്കളാഴ്ച മുതലാണ് അനിശ്ചിതകാല സമരം ആരംഭിക്കുക. അതേസമയം സമരം ചെയ്ത വിദ്യാർത്ഥികളുമായി ആദ്യ ചർച്ച നടത്താതെ VC ABVP പ്രവർത്തകരുമായി ചർച്ച നടത്തിയതും വലിയ പ്രതിഷേധത്തിനിടയാക്കി. LLB വിദ്യാർത്ഥികളുടെ മൂല്യനിർണ്ണയത്തിൽ വലിയ അപാകതകളും ക്രമക്കേടുകളുമാണ് കുറച്ചു മാസങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്നത്. സർവകലാശാല പരീക്ഷാഫലം പ്രഖ്യാപിക്കുമ്പോൾ മികച്ച മാർക്ക് പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികളടക്കം തോറ്റുപോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്നാൽ പുനർമൂല്യനിർണ്ണയത്തിൽ പല വിദ്യാർത്ഥികളുടെയും സ്കോർ ഉയരുകയും ചെയ്യുന്നു. സർവകലാശാലയുടെ മൂല്യനിർണ്ണയത്തിലെ ക്രമക്കേടിനെതിരെയാണ് ഇന്ന് SFI സർവകലാശാല ആസ്ഥാനത്തേക്ക് സമരം നടത്തിയത്. ചോദ്യപേപ്പർ ഒരു വിഷയം ഒരു സബ്ജക്റ്റ് റീവാലുവേഷൻ ചെയ്യാൻ തന്നെ ഏകദേശം 820 രൂപയാണ് ആവുന്നത്. അപ്പോൾ അത് റീവാലുവേഷൻ ചെയ്ത് ആ വിദ്യാർത്ഥിയുടെ മാർക്ക് കൂടിക്കഴിഞ്ഞാൽ റീഫണ്ട് പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ വലിയൊരു പ്രയാസത്തിലാണ് വിദ്യാർത്ഥികൾ ഈ ഒരു LLB വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. ഒരു സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ കൊണ്ടുവരാൻ വേണ്ടി നേരത്തെ മുമ്പ് ഉണ്ടായിരുന്ന സിൻഡിക്കേറ്റ് തീരുമാനിച്ച ഭാഗമാണ്. അപ്പോൾ അത് ഈ നമ്മൾ യൂണിവേഴ്സിറ്റി തീരുമാനിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ സമരം നടത്തിയ വിദ്യാർത്ഥികളെ പോലീസിനെ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയാണ് സർക്കാർ ചെയ്തത്. VCയോട് വിഷയം നേരിട്ട് സംസാരിക്കണമെന്ന വിദ്യാർത്ഥികൾ ആവശ്യം ഉന്നയിച്ചെങ്കിലും ABVP പ്രവർത്തകരുമായി മാത്രമാണ് VC ചർച്ച നടത്തിയത്. തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് VC വിദ്യാർത്ഥികളെ ചർച്ചയ്ക്ക് വിളിച്ചത്. വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണാൻ കഴിയില്ലെന്ന VC നിലപാട് സ്വീകരിച്ചതോടെ SFI അനിശ്ചിതകാല സമരവും പ്രഖ്യാപിച്ചു. റീവാലുവേഷന്റെ ഫീസ് കുറയ്ക്കുക, അതോടൊപ്പം തന്നെ റീവാലുവേഷൻ ഒഴിവാക്കുന്ന തീരുമാനം പുനഃപരിശോധിക്കുക എന്നുൾപ്പെടെയാണ് ഞങ്ങൾ മുന്നിലോട്ട് വെച്ച ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അതിനകത്തൊന്നും ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കേരള സർവകലാശാലയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അത് വീണ്ടും ആലോചിക്കണം. എപ്പോഴാണ് എങ്ങനെയാണ് ഇവർ ആലോചിക്കാൻ വേണ്ടി പോകുന്നത്? എത്ര കാലം വേണം ഇവർക്ക് ആലോചിക്കാൻ വേണ്ടി? അപ്പോൾ ആ രൂപത്തിനകത്ത് ഒരു തരത്തിലും ഇവർ വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾക്കകത്ത് വൈസ് ചാൻസലർ ആയാലും രജിസ്ട്രാർ ആയാലും ഇവിടുത്തെ സിൻഡിക്കേറ്റ് ആയാലും ഗൗരവത്തോടെ കാണുന്നില്ല എന്നുള്ളതാണ് SFIക്ക് സൂചിപ്പിക്കാനുള്ളത്. വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിച്ച ബദൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ സർക്കാരും പരാജയപ്പെട്ട് കഴിഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.